നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അമ്മ പറഞ്ഞ കഥയും കാര്യവും. മകൻ സമ്പാദിച്ച പണം കത്തിച്ച അച്ഛൻ. സ്വന്തം കഠിനാധ്വാനം കൊണ്ട് സമ്പന്നനായ ഒരു ബിസിനസ്സുകാരൻ ഉണ്ടായിരുന്നു. അയാളുടെ മകൻ അലസനും ധൂർത്തനുമായിരുന്നു. അച്ഛൻ സമ്പാദിച്ചു കൊണ്ടുവരുന്ന പണമെല്ലാം അവൻ ആഡംബരങ്ങൾക്ക് വേണ്ടി ചിലവാക്കി. ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ അച്ഛനോട് വീണ്ടും വീണ്ടും പണം ചോദിക്കും. മകനോടുള്ള വാത്സല്യം കാരണം അച്ഛൻ അത് കൊടുക്കുകയും ചെയ്യും. ഒടുവിൽ മകൻ്റെ ഈ പോക്ക് ശരിയല്ലെന്ന് അച്ഛന് തോന്നി. അവൻ പണം ധൂർത്തടിച്ചു കളയുകയാണ്. അതുകൊണ്ട് അച്ഛൻ മകനോട് പറഞ്ഞു, ഇനി മേലിൽ ഞാൻ നിനക്ക് പണം തരില്ല. ഞാൻ നിനക്ക് എത്രയോ പണം തന്നു. ഒരു 10 രൂപയെങ്കിലും നീ എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ടോ? ഇനി നീ സമ്പാദിച്ച് ഒരു 10 രൂപയെങ്കിലും എനിക്ക് തരാതെ ഞാൻ നിനക്ക് ഒരു പണവും തരുകയില്ല. അച്ഛൻ്റെ കയ്യിൽ നിന്ന് പണം കിട്ടാതെയായപ്പോൾ ആ യുവാവ് അച്ഛൻ്റെ കൂട്ടുകാരിൽ നിന്ന് പണം കടം ചോദിച്ചു വാങ്ങിക്കുവാൻ തുടങ്ങി. ഇതറിഞ്ഞ അച്ഛൻ അതും വിലക്കി. ഇനി ആരോടും പണം കടം ചോദിക്കുവാൻ പാടില്ലെന്ന് സ്വയം അധ്വാനിച്ച് പണം ഉണ്ടാക്കണമെന്നും മകനെ ഉപദേശിച്ചു. മറ്റുള്ളവരിൽ നിന്ന് പണം കിട്ടാതെയായപ്പോൾ അവൻ അധ്വാനിക്കാൻ തന്നെ തീരുമാനിച്ചു. അവൻ ഒരു ഹോട്ടലിൽ ചെന്നു പ്ലേറ്റ് കഴുകുന്ന ജോലി ഏർപ്പെട്ടു. അങ്ങനെ ദിവസം മുഴുവൻ പ്ലേറ്റ് കഴുകി കിട്ടിയ 100 രൂപ അവൻ വീട്ടിൽ ചെന്ന് അച്ഛന് നേരെ നീട്ടി. മകൻ വച്ചു നീട്ടിയ ആ 100 രൂപ കയ്യിൽ കിട്ടിയപ്പോൾ അച്ഛൻ അവൻ്റെ കൺമുൻപിൽ വെച്ച് വിളക്കിലെ നാളത്തിൽ ആ 100 രൂപ കത്തിക്കാൻ തുടങ്ങി. ഇത് കണ്ടതും മകൻ രൂപ തട്ടിപ്പറിച്ച് ദേഷ്യത്തോടെ ചോദിച്ചു, അച്ഛൻ എന്താണ് ഈ ചെയ്യുന്നത്? ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഈ പണം ഉണ്ടാക്കിയതെന്ന് അച്ഛനറിയാമോ? അച്ഛൻ പറഞ്ഞു, നീ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ഞാൻ കത്തിച്ചപ്പോൾ നിനക്ക് വേദനയുണ്ടായി അല്ലേ? എന്നാൽ ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം നീ കത്തിക്കുകയായിരുന്നില്ലേ? അത് അത്രയും നീ പാഴാക്കി കളയുകയായിരുന്നില്ലേ? അച്ഛൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മകനിൽ ബോധം ഉണർന്നു. താൻ ഇത്രയും കാലം അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം നശിപ്പിക്കുകയായിരുന്നല്ലോ എന്നവൻ പശ്ചാത്തപിച്ചു. സ്വന്തമായി അധ്വാനിച്ച് എന്തെങ്കിലും ഉണ്ടാക്കുക എന്നത് എത്ര പ്രയാസകരമെന്ന് അവൻ സ്വന്തം അനുഭവത്തിൽ നിന്ന് പഠിച്ചു. സ്വയം കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ചപ്പോൾ അവന് വലിയ അഭിമാനം തോന്നിയിരുന്നു. അധ്വാനത്തിൻ്റെ വിലയും അതിൽ നിന്നുണ്ടാക്കുന്ന ആത്മാഭിമാനവും അവൻ തിരിച്ചറിഞ്ഞു. അന്നു മുതൽ അവൻ അലസത വിട്ട് നല്ല പോലെ പരിശ്രമിച്ചു ജീവിതത്തിൽ മുന്നേറാൻ തുടങ്ങി. ആധ്യാത്മിക പാതയിലും ഇത് ശരിയാണ്. നമുക്ക് വേണ്ടതെല്ലാം ഗുരു തന്നുകൊള്ളും എന്ന് വിശ്വസിക്കുന്ന ശിഷ്യർ അല്ലെങ്കിൽ സാധകർ എവിടെയും എത്തുകയില്ല. ആത്മീയ പുരോഗതി വേണമെങ്കിൽ അവർ സ്വയം പരിശ്രമിക്കണം. അപ്പോൾ ഗുരുവിൻ്റെ കൃപയും അവരിലേക്ക് ഒഴുകിയെത്തും. എല്ലാ സൗഭാഗ്യങ്ങളും അവരിൽ വന്നു ചേരും. ഹരി ഓം നമഃ ശിവായ.